ഹലോ നമസ്കാരം വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ റാഗി വെച്ചിട്ടുള്ളൊരു ഡ്രിങ്കാണ്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാവുന്നതാണ്. നമ്മൾ ഇതിലേക്ക് ഷുഗർ ഒന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും ഇത് കഴിക്കാവുന്നതാണ്. നേരത്തെയൊക്കെ റാഗി കൊടുത്തിരുന്നത് കൊച്ചു കുട്ടികൾക്കാണ്, ഒരു 3 വയസ്സ് വരെയൊക്കെയുള്ള കുട്ടികൾക്ക്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. എന്തസുഖമുള്ളവർക്കും ഇപ്പോൾ റാഗി കഴിക്കാം. പ്രത്യേകിച്ച് ഡയബറ്റിക് ആയിട്ടുള്ളവർ, അമിതവണ്ണം ഉള്ളവർ, കൊളസ്ട്രോൾ ഉള്ളവർ ഒക്കെ ഇപ്പം റാഗി ശീലമാക്കുന്നുണ്ട്. കാരണം റാഗിക്ക് അത്രത്തോളം ഗുണങ്ങളാണുള്ളത്. പ്രോട്ടീനും ഫൈബറും ഒക്കെ ധാരാളമായി റാഗിയിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ഡാമേജ് ഒക്കെ മാറ്റി സ്കിന്നിനെ ഗ്ലോ ചെയ്യാനും മുടിയുടെ വളർച്ചയ്ക്കും റാഗി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ദിവസവും ഈ ഡ്രിങ്ക് കുടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡിംഗ് ഉള്ള അമ്മമാർക്ക് പാല് കൂടാൻ വേണ്ടി റാഗി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത്രയും ഗുണങ്ങളുള്ള റാഗി ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഞാൻ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടി ഒരു 1/4 കപ്പ് റാഗിയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് റാഗി പൊടി ഉണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ്. ഞാനിത് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടി വെക്കുകയാണ്. നമ്മൾ രാത്രിയിൽ ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിട്ട് രാവിലെ ഉപയോഗിച്ചാൽ നമുക്ക് നന്നായിട്ടിത് കുതിർന്ന് അരഞ്ഞ് കിട്ടും. ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം. ഇതിപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്, നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തന്നെ എടുക്കണം. ചില റാഗിയിലൊക്കെ കല്ലുണ്ടാവും. ഇനി അതിനുശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ റാഗി പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഇത്രയും ടൈമൊന്നും എടുക്കില്ല. പൊടിയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വെള്ളത്തിൽ കലക്കി വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇത് ഫുൾ റാഗി ആയതുകൊണ്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതിലേക്ക് പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ലെന്ന്. അതുകൊണ്ടൊരു ചെറിയ മധുരത്തിന് വേണ്ടി ഞാൻ കുറച്ച് ഉണക്കമുന്തിരിയാണ് എടുക്കുന്നത്. ഇതും നമുക്ക് കുതിർന്ന് കിട്ടാൻ വേണ്ടി വെക്കണം. ഉണക്കമുന്തിരി എടുക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം ഇതിൽ നല്ല അഴുക്കുണ്ടാവും. നമ്മൾ ഒരു വട്ടം കഴുകി നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൽ എത്രമാത്രം അഴുക്കുണ്ടെന്ന്. ഒരു 5 6 വെള്ളത്തിൽ കഴുകിയെടുക്കുക. അന്നേരം ഇതിൻ്റെ അഴുക്ക് മുഴുവൻ നമുക്ക് പോയി കിട്ടും. നമുക്കറിയില്ല ഇത് എവിടെയൊക്കെ ഇട്ടാൽ ഉണക്കുന്നതെന്ന്, അതുകൊണ്ടാണ് പറഞ്ഞത് വൃത്തിയായിട്ട് കഴുകിയെടുക്കണമെന്ന്. ഉണക്കമുന്തിരി ദിവസവും വെള്ളത്തിൽ കുതിർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഫൈബറും മിനറൽസും വൈറ്റമിനും ഒക്കെ ധാരാളമായി ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ശരീരത്തിലെ അയണിൻ്റെ അളവ് കൂട്ടാനും ഡൈജഷനും ഒക്കെ ഇത് നമ്മളെ വളരെയധികം സഹായിക്കും. കഴുകി വൃത്തിയാക്കിയ ശേഷം ഇത് കുതിർന്ന് കിട്ടാൻ വേണ്ടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആൽമണ്ടും വാൾനട്ടും ആണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും എടുത്തിട്ടില്ല, കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് അതിലേക്ക് 2 ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം. ഇതിലേതെങ്കിലുമൊക്കെ ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം. ഇനി ഞാൻ കുറച്ച് ക്യാരറ്റ് അരിഞ്ഞത് എടുക്കുന്നുണ്ട്. ക്യാരറ്റ് പച്ചയ്ക്കല്ല നമ്മൾ ചേർക്കുന്നത്, കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം. ഇനി നമുക്ക് അരച്ചെടുത്ത റാഗി അരിച്ചെടുക്കാം. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു റാഗി പൊടിയാണെങ്കിൽ ഈ സ്റ്റെപ്പൊക്കെ നമുക്ക് ഒഴിവാക്കാം, വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാം. എനിക്ക് പക്ഷേ റാഗി പൊടിയേക്കാളും ഇഷ്ടം റാഗി അരച്ച് തന്നെ എടുക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ പൊടി വീട്ടിലുണ്ടാക്കി എടുക്കണം. ഇപ്പോൾ ഈ റാഗിയുടെ പാല് കിട്ടുന്നത് വരെ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇത് അരിച്ചെടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലി മാത്രമേ ഉള്ളൂ, നമുക്കത് മാറ്റാം. നമ്മൾ വേവിക്കുന്ന സമയത്ത് എപ്പോഴും നന്നായിട്ട് ഇളക്കി മാത്രമേ വേവിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ റാഗി അടിയിൽ അടിഞ്ഞു കിടക്കും, അത് വേഗം തന്നെ കട്ടിയാവുകയും ചെയ്യും. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. അതുപോലെ തന്നെ റാഗി വേവിക്കുന്ന സമയത്ത് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് റാഗി ഉണ്ടാക്കുന്ന സമയത്തും ഈ ഒരു പ്രൊസീജിയർ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. എന്നിട്ട് ഇതിലേക്ക് കരിപ്പട്ടിയോ പനങ്കൽക്കണ്ടം തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുത്തിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. എപ്പോഴും ചെറിയ തീയിൽ തന്നെ ഇട്ട് വേവിക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ടിയായി പോവുകയും വേവുകയും ചെയ്യില്ല. നമ്മളിത് വേവിക്കാൻ എടുക്കുന്ന സമയത്ത് തന്നെ അത്യാവശ്യം വെള്ളം ഉണ്ടാകണം, നല്ല ലൂസായിട്ട് തന്നെ വെക്കണം. റാഗിക്ക് അത്യാവശ്യം നല്ല വേവുള്ളതാണ്. ഇതിപ്പം വെന്ത് വരുന്നതനുസരിച്ചിട്ട് ഇത് കുറുകിക്കൊണ്ടിരിക്കും. നമ്മളിതിൻ്റെ പാല് മാത്രം എടുത്തുകൊണ്ടാണ് ഇത് വെള്ള കളറിൽ ഇരിക്കുന്നത്. പൊടിയായിരുന്നെങ്കിൽ ഒരു ബ്രൗൺ കളറ് നമുക്ക് കിട്ടിയേനേയും. നമ്മളിതൊരു ഡ്രിങ്ക് ആക്കിയോണ്ടാണ് ഇതിൻ്റെ തൊലി കളഞ്ഞത്. പക്ഷേ ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് റാഗി മുഴുവനായിട്ട് അരച്ചെടുക്കാം. റാഗി ഇപ്പോൾ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല കട്ടിയായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം.
അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഡയബറ്റിക് ആയിട്ടുള്ളവർ ഈ മധുരം വേണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. ഡേറ്റ്സും ഉണക്കമുന്തിരിയും അവർക്ക് ഒഴിവാക്കിയിട്ട് കഴിക്കാം. റാഗി ഇട്ട ശേഷം നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന ഉണക്കമുന്തിരിയും ഡേറ്റ്സും നട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ കുതിരാൻ വെച്ചിരുന്ന ആ വെള്ളവും കൂടി എടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം. ക്യാരറ്റിന് പകരം ബീട്രൂട്ട് ഉപയോഗിക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തണുത്ത പാലാണ്. ബനാന വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പക്ഷെ ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ടില്ല. ഇനി നമുക്കിതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മളിപ്പോൾ ഇതിൽ ചേർത്തേക്കുന്ന ക്യാരറ്റും ഗുണങ്ങളേറെയുള്ള ഒന്നാണ്. ബ്ലഡ് പ്രഷറും ബ്ലഡ് ഷുഗറും ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ക്യാരറ്റ് കഴിക്കാം. അതുപോലെ തന്നെ കൊച്ചു കുഞ്ഞുങ്ങളോടൊക്കെ നമ്മൾ എപ്പോഴും പറയില്ലേ, ക്യാരറ്റ് കഴിച്ചാൽ കണ്ണിന് കാഴ്ചശക്തി കൂടുമെന്ന്. അതുപോലെ തന്നെ ക്യാൻസർ വരുന്നത് കുറയ്ക്കാനും അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസസ് വരുന്നത് കുറയ്ക്കാനും ക്യാരറ്റ് നമ്മളെ സഹായിക്കും. ഇതെല്ലാം നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. പഴം ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാം കേട്ടോ. ചില ആളുകൾക്ക് ആ പഴത്തിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റ് അല്ലേ ഉപയോഗിച്ചത്, പക്ഷേ ക്യാരറ്റിൻ്റെ ആ ഒരു കളറ് കിട്ടിയിട്ടില്ല. നമ്മൾ ബീട്രൂട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നല്ലൊരു റെഡ് കളറ് വരും. ഞാനിത് 3-4 തവണ ട്രൈ ചെയ്ത് നോക്കി ക്യാരറ്റ് വെച്ചിട്ട്, പക്ഷേ എനിക്ക് ആ ഒരു മഞ്ഞ കളറ് കിട്ടിയിട്ടേ ഇല്ല. ബീട്രൂട്ട് വെച്ചിട്ട് പക്ഷേ കളർഫുള്ളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മളെടുത്ത ആൽമണ്ടും വാൾനട്ടും തന്നെയാണ് ഞാൻ എൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കുന്നത്. വെയിറ്റൊക്കെ കൂട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് ഈ ഒരു ഡ്രിങ്ക് ഉപയോഗിക്കാം. അങ്ങനെയുള്ളവർ ഇത് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് അവോക്കാഡോ, ബനാന, നട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഡയറി പ്രോഡക്ട്സ്, ചോക്ലേറ്റ്, ആൽമണ്ട് ബട്ടർ, പീനട്ട് ബട്ടർ ഒക്കെ ചേർത്ത് കൊടുക്കാം വണ്ണം കൂടാൻ ആഗ്രഹിക്കുന്നവർക്ക്. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും വണ്ണം കുറയ്ക്കാൻ തന്നെയല്ലേ ആഗ്രഹം. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ ആരും മടി കാണിക്കരുത്. അതുപോലെ തന്നെ വേറൊരു കാര്യം, നമ്മൾ ദിവസവും രാവിലെ ഇത് കുടിക്കുകയാണെങ്കിൽ ഈ കോൺസ്റ്റിപ്പേഷനൊക്കെ പ്രശ്നമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും. അതുപോലെ തന്നെ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഏതൊരു വ്യക്തിയായാലും അതൊരാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ നമ്മുടെ സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും ഒക്കെ നമ്മൾ കുറച്ച് പ്രാധാന്യം കൊടുക്കാറില്ലേ. ഏകദേശം ഒരു 35 വയസ്സൊക്കെ ആകുമ്പോഴാണ് എല്ലാവർക്കും അസുഖങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. നമ്മുടെ ചെറിയ പ്രായത്തിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ള എന്തും കഴിക്കാം, പക്ഷേ ഒരു ഏജ് ആയാലും നമ്മൾ അതൊന്നും കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല. പരമാവധി ഫാസ്റ്റ് ഫുഡൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ ഈ ഒരു ഡ്രിങ്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് പുതിയൊരു ഐറ്റവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.